friends, welcome back to Delicious. ഇന്ന് ഞാൻ ഇവിടെ വളരെ ഈസി ആയിട്ടുള്ള ഓറിയോ ബ്രെഡ് കേക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ഒരു 24 പീസ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കട്ടയൊന്നും കൂടാതെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനോട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പാലധികം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സർ വളരെ ലൂസായി പോവും. ഞാനിവിടെ ടോട്ടലി 8 ടേബിൾ സ്പൂണോളം പാലാണ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഓറിയോ ക്രീമിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് ക്രീം നന്നായി പാലിലേക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 to 2 ടേബിൾ സ്പൂണോളം തിക്ക് ക്രീം കൂടിയിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ഗ്രൈൻഡറിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 8 സ്ലൈസ് ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് ബ്രെഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താലേ നല്ലൊരു ഷേപ്പിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുമിച്ച് ബ്രെഡ് ഒരേ ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്ത് തുടങ്ങാം. ബ്രെഡ് സോക്ക് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കിലേക്ക് 1/4 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 4 ബ്രെഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്സ്ചർ റെഡി ആയിട്ടുള്ളത്. ടോട്ടലി ഞാൻ ഇതിൻ്റെ ഡബിൾ മിക്സ്ചറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഓറിയോ മിക്സ്ചർ പ്ലേറ്റിലാക്കിയിട്ട് അതിന് മുകളിലായി ബ്രെഡ് വെച്ചെടുത്താൽ ബ്രെഡ് അനങ്ങില്ല, മൂവ് ആവില്ല. ഇനി അതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാല് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായി സോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓറിയോ മിക്സ്ചർ അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പിന്നെയും ബ്രെഡ് പീസ് 2 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ മിൽക്ക് മിക്സ്ചർ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് പിന്നെ നമ്മൾ ഓരോ മിക്സ്ചർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഞാൻ 4 ലെയേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. തേർഡ് ലെയറിന് സ്പ്രെഡ് ആക്കിയിട്ട് അതിന് മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 4th ലെയർ ബ്രെഡ് മേലും നമ്മൾ ബാക്കിയുള്ള പാല് മൊത്തം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ഓറിയോ ക്രീം മുകളിലും സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ബ്രെഡ് നന്നായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. മുകളിലെ ബ്രെഡിനൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പ്ലേസ്മെൻറ്റിൽ ഒന്ന് സൈഡിൽ നിന്ന് പ്രസ് ചെയ്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പ്ലേറ്റിന് സൈഡിലായ ക്രീമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ബ്രെഡ് വെച്ചിട്ടാണ് റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നത്, വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ചോപ്ഡ് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. കോർണേഴ്സിലായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓറിയോ ക്രീം മിക്സ്ചർ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.